നിർത്താതെയുള്ള ഫോണിന്റെ ബെല്ലടിയാണ് ജയ് ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. അവൻ ഭദ്രയെ ഒന്ന് നോക്കി. നെഞ്ചപ്പം വരെയുള്ള പുതപ്പിനാൽ സുഖമായി ഉറങ്ങുകയാണ് പെണ്ണ്. അവന് ആ പെണ്ണിനോട് എന്തെന്നില്ലാത്ത പ്രണയം തോന്നിയിരുന്നു. ആ നിമിഷം വാത്സല്യം തോന്നിയിരുന്നു. അവന്റെ ഫോൺ പിന്നെയും ബെല്ലടിച്ചു. ദേഷ്യത്തോടെ ഫോണിലേക്ക് നോക്കിയതും കണ്ടു 10ഓളം മിസ് കോള്. നോക്കുമ്പോൾ ഡെവി ആയിരുന്നു. ഇവൻ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ദേഷ്യത്തോട് അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ എടുത്തതും ഡെവിയുടെ ശബ്ദത്തിന്റെ വ്യത്യാസം, ആവലാതി, ഇതെല്ലാം കൊണ്ട് അവന് മനസ്സിലായി ഇന്നലെ നടന്ന കാര്യങ്ങൾ അഗ്നി അവനെ അറിയിച്ചെന്ന്. എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞപ്പോഴാണ് ഡെവിക്ക് സമാധാനമായത്. അതുവരെ ചെക്കൻ ആദ്യ പിടിച്ചിരിക്കുകയായിരുന്നു. നടന്നതെല്ലാം അറിഞ്ഞതും ഗോഡൌണിലേക്ക് പോകാനിരുന്ന ഡെവിയെ ഒരു തരത്തിൽ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ജയ്. പിന്നെ നമ്മുടെ കോളേജിൽ ഇന്നല്ലേ പരിപാടി നടക്കാനിരിക്കുന്നത്, നീ ഇല്ലാതെ എങ്ങനാടാ? ഡെവി എന്തോ ഓർത്ത പോലെ ചോദിച്ചതും നീയും അഗ്നിയും കൂടെ പോകണം, എന്തുകൊണ്ടും എന്നേക്കാൾ ഇന്നവൻ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ജയ് പറഞ്ഞതും ഡെവിയും അത് ശരിവെച്ചു. ജയ്, ആദിയുടെ പൊന്നുവിന്റെ പ്രോഗ്രാം ഉണ്ടടാ. ഈ പെമ്പിളർ ചേരാത്ത പരിപാടികളൊന്നും തന്നെ ഇല്ല. അവർക്ക് പറ്റാവുന്ന എല്ലാ പരിപാടിക്കും പേര് കൊടുത്തിട്ടിരിക്കുക. ഇനി എന്താകുമോ എന്തോ. ഡെവി പറഞ്ഞതും അവരെ എന്റെ പെങ്ങന്മാരാടാ, അവർ പൊളിക്കും, അവർ പൊളിക്കട്ടെടാ. ജയ് ചിരിയോടെ പറയവേ, ഡാ അഗ്നിയാണ് വരുന്നെങ്കിൽ ആദ്യമോൾ. ഡെവി സംശയത്തോടെ ചോദിക്കവേ, ഒന്നുമില്ലടാ, നീ അവളെ ഒന്ന് ശ്രദ്ധിക്കണം. അവളുടെ മനസ്സ് വിഷമിക്കാൻ ഇട കൊടുക്കരുത്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ശരിയടാ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരി ഡെവി, ഞാൻ അഗ്നിയെ ഒന്ന് വിളിക്കട്ടെ. ജയ് അഗ്നിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇന്ന് കോളേജിന്റെ വാർഷികവും അതുപോലെ ഫ്രഷേഴ്സ് ഡേയും ആണ്. അതിനാൽ കോളേജിൽ പിള്ളേരുടെ പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജയ് പങ്കെടുക്കേണ്ട പരിപാടിയായിരുന്നു. അവൻ ഇപ്പോൾ സ്ഥലത്തില്ലാത്തതിനാൽ അഗ്നിയും ഡെവിയും കൂടിയാണ് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ കാര്യം ആദ്യോട് പറഞ്ഞിരുന്നില്ല ജയ്. ജയുടെ മനസ്സിൽ നേരത്തെ തന്നെ അഗ്നി പങ്കെടുക്കണം എന്ന് തന്നെ ആയിരുന്നു. അതിന് പിന്നിൽ ജയ്ക്ക് വ്യക്തമായ കുറച്ച് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. അവൻ പുറംതിരിഞ്ഞു നിന്ന് അഗ്നിയെ വിളിച്ചു കഴിയവേ പുറത്തായി ഒരുവളുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു. ഒപ്പം അവളുടെ കണ്ണുനീരും. മോളെ എന്താടാ? അവനാകെ വല്ലാതായി. പുറത്തറിയുന്ന അവളുടെ കണ്ണുനീർ അവന് ചുട്ടുപൊളിക്കും പോലെ. അവൾ ഒന്നും പറയാതെ വിതുമ്പി കരയുന്നതിനോടൊപ്പം തന്നെ ചുണ്ടുകൾ പുറത്തായി പതിഞ്ഞിരുന്നു. ജയ്ക്ക് 1-2 മിനിറ്റ് എടുക്കേണ്ടി വന്നു കാര്യം മനസ്സിലാക്കാൻ. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ അങ്ങനെ വലിച്ചു നെഞ്ചിലായി ചേർത്തു. കണ്ണു നിറച്ച് നോക്കി പെണ്ണ്. എന്തേ? ആ കണ്ണുനീരിനെ തുടച്ചു മാറ്റി അവൻ ചോദിക്കുമ്പോഴും പെണ്ണിന്റെ കരച്ചിൻ്റാക്കം കൂടിയിരുന്നു. ദേ പെണ്ണെ, മാതി കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. അവൻ കപടദേഷ്യത്തോടെ പറഞ്ഞതും ചുണ്ടു വിതുമ്പി അവനെ നോക്കി പെണ്ണ്. എന്താടാ കരഞ്ഞേ? അവൻ അവളോട് പ്രണയത്തിനപ്പുറം വാത്സല്യത്തോട് ചോദിക്കവേ, ഈ പുറത്ത് കാണുന്നത് അതെപ്പോ ചെയ്തതാ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിക്കവേ, അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പൊന്ന. അവളെ തന്റെ നെഞ്ചോട് ചേർത്താണ് അവൻ പറഞ്ഞത്. അവന്റെ കണ്ണിൽ നനവ് പടർന്നിരുന്നു. നിന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയ സമയത്ത് ചെയ്തതാ അച്ചുവേട്ടാ. അവൾ നനവാർന്ന മിഴികളോടെ അവനെ വിളിക്കവേ, കണ്ണേട്ടാന്ന് വിളിക്കടാ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എൻ്റെ കുഞ്ഞങ്ങനെ വിളിക്കുന്നേ. നിനക്കറിയാലോ കുഞ്ഞ, നമ്മുടെ വീട്ടുകാരല്ലേ എന്നെ അങ്ങനെ വിളിക്കുന്നേ. പക്ഷെ അപ്പോഴൊന്നും കിട്ടാത്തൊരു ഫീലാണ് എനിക്ക് ഇന്നലെ കിട്ടിയത്. അവൻ അവളുടെ ഇടുപ്പിൽ നിന്ന് താഴേക്ക് കൈ ചലിപ്പിച്ചുകൊണ്ട് പറയവേ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയി. നിനക്കറിയാവോ കുഞ്ഞ, നിന്നെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആ നേരം അത്രയും ചത്ത് ജീവിക്കുകയായിരുന്നു ഞാൻ. ആദ്യമായി ഇഷ്ടം തോന്നിയ പെണ്ണ് അന്ന് നിന്നെ ആ നീല പട്ടുവടയെ കണ്ടപ്പോൾ അന്നെടുത്ത ഒരു ഫോട്ടോ ആണ് എന്നെ ഇന്നും നിന്റെ മുന്നിൽ എങ്ങനെ നിർത്തുന്നത്. മുന്നോട്ട് ജീവിക്കാനുള്ള ഏക കാരണം അതായിരുന്നു. നിന്നെ നഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലടാ. അതാ നിന്റെ ജീവൻ തുളുമ്പുന്ന മുഖം എൻ്റെ പുറത്തായി പച്ച കുത്തിയത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പെണ്ണ് ഒരുപാട് മാറിയിരിക്കുന്നു. അന്നത്തെക്കാളും കുറച്ചുകൂടി നിറം വെച്ച് സുന്ദരിയായി. അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി നിന്നെക്കുറിച്ച് ഒരു വിവരം എനിക്ക് കിട്ടിയില്ല. ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ഡോക്ടറുടെ വാക്കുകൾ ഇടുത്തി പോലെ ഇന്നും എൻ്റെ നെഞ്ചിലുണ്ടടാ. സഹിക്കാൻ പറ്റിയില്ല. ഒന്ന് ഓക്കെ ആകാൻ മാസങ്ങളെടുത്തു. എന്നിട്ടും നീ എന്ന ഭ്രാന്തിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിച്ചില്ല. അതിനുവേണ്ടി ചെയ്തതാ. അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. ആദ്യം പൊന്നു ഇന്ന് നേരത്തെ തന്നെ കോളേജിൽ എത്തിയിരുന്നു. കടുംപച്ച നിറത്തിൽ വയറുവേരെയുള്ള ക്രോപ്പ് ടോപ്പും ജീൻസുമായിരുന്നു ആദ്യയുടെ വേഷം. ഇട്ടിരിക്കുന്ന ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ കൈയും ഇല്ലായിരുന്നു. പൊന്നു പിന്നെ ഇച്ചാനെ പേടിച്ച് വൈറ്റ് കളർ ലോങ് ടോപ്പാണ് ഇട്ടത്. അവൾ വഴക്കിട്ട് നോക്കി. ആദ്യ പോലെ ടോപ്പ് പോരെ എന്ന് ചോദിച്ചു. പക്ഷെ സ്വന്തം പെണ്ണിനോടുള്ള സ്വാർത്ഥത കൊണ്ട് അവന് അവളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പരിപാടികൾ ആരംഭിക്കാൻ ഇനി 15 മിനിറ്റ് കൂടി ഉള്ളൂ. ആദിയുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അവളുടെ മുഖത്ത് വിയർപ്പ് കണകൾ പ്രത്യക്ഷപ്പെട്ടു. എന്താ ആദി?
പൊന്നു തട്ടി വിളിച്ചപ്പോഴാണ് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നത്. എന്താടി, നീ രാവിലെ തന്നെ സ്വപ്നം കാണുവാണോ? ആരെങ്കിലും ഉണ്ടോ ഈ മനസ്സിൽ? പൊന്നുവിന്റെ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു പോയിരുന്നു. ഹേയ്, അങ്ങനൊന്നും ഇല്ലടി, നിനക്ക് തോന്നുന്നതാ. നീ വരാൻ നോക്ക്. നിനക്കറിയാലോ, ഏട്ടൻ ഇന്ന് വരാമെന്നാ പറഞ്ഞ്. ചിലപ്പോ ഭദ്രേട്ടത്തെ ഇന്ന് വരുമായിരിക്കും. അറിയില്ലടി, ഇച്ചാനൊന്നും പറഞ്ഞില്ല. നീ വാ, നമുക്ക് സ്റ്റേജിന്റെ അടുത്തേക്ക് പോകാം. അവർ രണ്ടുപേരും പ്രോഗ്രാമിന് വേണ്ടി റെഡിയാകുകയായിരുന്നു. പൊന്നുവിന്റെ ആദ്യയുടെയും ആദ്യത്തെ പരിപാടി വെസ്റ്റേൺ ഡാൻസ് ആയിരുന്നു. മേഘ സന്ദേശം എന്ന മൂവിയിലെ ഒരു സോങ് ആയിരുന്നു അവർ സെലക്ട് ചെയ്തത്. മൈക്കിലൂടെ ആദ്യയുടെ പരിപാടിയുടെ അനൗൺസ്മെന്റ് കേൾക്കവേ രണ്ടുപേരും സ്റ്റേജിന്റെ ഭാഗത്തെത്തിയിരുന്നു. അവരുടെ കൂടെ തന്നെ കുറച്ചു പേരും ഉണ്ടായിരുന്നു. കർട്ടൻ ഉയരവേ ആ ഗാനം സ്റ്റേജിൽ മുഴുകി കേട്ടു. അതിനനുസരിച്ച് ചുവടുകൾ വെക്കവേ പെട്ടെന്നായിരുന്നു ഒരു ബ്ലാക്ക് BMW പൊടി പറത്തിക്കൊണ്ട് കോളേജിന്റെ മുന്നിലായി വന്നു നിന്നത്. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പിള്ളേരുടെ ശ്രദ്ധ അവനിലേക്ക് പോയിരുന്നു. ആ നിമിഷം തൊട്ടടുത്ത ഡോർ തുറന്ന് മറ്റൊരു ചെറുപ്പക്കാരനും പുറത്തേക്ക് ഇറങ്ങി. ആദ്യയുടെയും പൊന്നുവിന്റെ ശ്രദ്ധ ഡാൻസിന്റെ ഇടയിലും ആ ഭാഗത്തേക്ക് പോയി. സ്റ്റേജിലുള്ളവർ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുപോയി. തല ഉയർത്തിപ്പിടിച്ച് നടന്നു വരുന്ന 28ഓളം വയസ്സ് തോന്നുന്ന 6 അടി പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ചെറുപ്പക്കാരൻ. അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്ന വികാരം അതൊന്നു മാത്രം, ഗൗരവം. അവന്റെ ചുണ്ടിന്റെ കോണിൽ ചെറിയൊരു പുഞ്ചിരി പോലുമില്ല. എന്നത്തെ പോലെ ഷർട്ടിന്റെ 2 ബട്ടൺ ഇലക്കിയിട്ടിട്ടുണ്ട്. നല്ല ഫോർമൽ ലുക്കിലായിരുന്നു അവൻ വന്നിറങ്ങിയത്. അതിന് തൊട്ടുപുറകിൽ വന്നവനും ഒട്ടും മോശമല്ല. രോമവൃതമായ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന കുരിശുമാല. മറ്റേ ആളിന്റെ അത്രയും പൊക്കമൊന്നുമില്ലെങ്കിലും അവനും ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും. ആദ്യയുടെ ചുവടുകൾ അവനെ കണ്ട നിമിഷം തെറ്റിപ്പോയിരുന്നു. പൊന്നുവിന്റെയും. സ്റ്റേജിൽ കൂകിവിളികൾ ഉയർന്നു. ദേവി പൊന്നുവിനെ നോക്കി കണ്ണുരുട്ടി. അവരുടെ ചുവടുകൾ തെറ്റവേ അഗ്നിയുടെ കണ്ണുകൾ ആ നിമിഷം ആദ്യയിൽ കുടുങ്ങി. അഗ്നിയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കൊരുത്തു. അവളുടെ വെള്ളാരം കണ്ണുകൾ ആ കാപ്പിക്കണ്ണുകളിൽ ഉടക്കി നിന്നു. സ്റ്റേജിൽ കൂവലിന്റെ ആക്കം കൂടിയതും അഗ്നി അവളെ ഒന്ന് തുറിച്ചു നോക്കി. അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. അത് കാണാൻ അവളുടെ ഉള്ളിൽ വാശിയായി. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളിൽ മുഴകി കേട്ടുകൊണ്ടിരുന്നു. അവനെ നോക്കാതെ ആ ഗാനം മാത്രം ശ്രദ്ധിച്ച് ചുവടുകൾ വെക്കാൻ തുടങ്ങി. സ്റ്റേജിലേക്ക് ഭാരവാഹികൾ വിളിച്ചെങ്കിലും അഗ്നി പോകാൻ തയ്യാറായില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരാം എന്ന രീതിയിൽ അവിടെ നിന്നു. അവനോടുള്ള പരിഭവം, അവൻ നൽകിയ വേദന ഓർക്കവേ അവൾക്ക് വാശിയായി. ആ വാശിയിൽ ചുവടുകൾ തെറ്റാതെ പാട്ടിനൊപ്പം ആവേശത്തോടെ ഡാൻസ് കളിച്ചു. ഹാളിൽ നിറഞ്ഞ കയ്യടികൾക്കൊപ്പം എല്ലാവരും എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങി. അഗ്നിയുടെ കണ്ണുകൾ അവളിലേക്ക് പോയ നിമിഷം അവന്റെ കണ്ണുകൾ ചുരുങ്ങി. മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഓരോ ചുവടുവെപ്പിനും ഇടയിലും അവളുടെ വയർ നല്ലവണ്ണം കാണാൻ പറ്റുമായിരുന്നു. വയറും കഴിഞ്ഞു പോകുന്നിടങ്ങൾ. എന്തിനോ അവന്റെ മുഖം വലിഞ്ഞു മുറുകി. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം വരുതിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവൻ ചുറ്റുമൊന്ന് നോക്കി. അവളെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പറ്റം ആൺപിള്ളാർ. സ്ഥാനം മാറിയുള്ള ചീത്ത നോട്ടം അവനെ എന്തിനോ അസ്വസ്ഥമാക്കി. ഡെവിയുടെ കണ്ണുകൾ പൊന്നുവിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്നു. ആ നേരം അത്രയും ഭംഗിയായി അവളുടെ ഓരോ സ്റ്റെപ്പും. സ്റ്റേജിൽ നിറഞ്ഞു നിന്നിരുന്ന വെസ്റ്റേൺ ഡാൻസ് അത് മറ്റുള്ളവരിൽ ആവേശം സൃഷ്ടിച്ചു. അവരുടെ ഡാൻസ് കഴിയവേ അഗ്നി സ്റ്റേജിന്റെ അടുത്തേക്ക് നടന്നു. കൂടെ ഡെവിയും. കട്ടൻ താഴേക്ക് വീണപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. ദേവേട്ടൻ. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം അലതല്ലി. വെറുക്കാൻ പറ്റുന്നില്ലല്ലോ ആ മനുഷ്യന്. അവൾ വേദനയോട് ചിന്തിച്ചു പോയി. ദേവേട്ടന് എന്നെ മനസ്സിലായിട്ടില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അങ്ങേരുടെ കണ്ണിൽ എന്നെ കണ്ടിട്ടില്ലല്ലോ. എന്നെ എന്നല്ല, ആരും കണ്ടിട്ടില്ല. അവൾ വേദനയോട് ഓർത്തുപോയി. ഇന്ന് ആ കണ്ണുകളെ കണ്ടത് ദേഷ്യം മാത്രമാണ്. മൈക്കിൽ മുഴുകുന്ന ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. നമ്മുടെ വിശിഷ്ട അതിഥികൾ സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതെ, ചെറുപ്രായത്തിലെ ബിസിനസ് ലോകത്തിലെ കിരീടം വെക്കാത്ത രാജാവായി അവൻ മാറി. അവനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബിസിനസ് ലോകത്ത് ചെകുത്താൻ എന്ന വിശേഷണമുള്ളവൻ. ഇന്നത്തെ നമ്മുടെ VIP ഗസ്റ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹത്തെയാണ്. അഗ്നിദേവ്. മറ്റുള്ളവർക്ക് അവനെ കാണാൻ അസൂയ നിറഞ്ഞു. പെമ്പിള്ളാർക്ക് അവനെ നേടാനും. അഗ്നിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആദിയുടെ നെഞ്ച് വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അടുത്ത ആളെ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം തന്നെ ഇല്ല. ഡേവിഡ് ജോൺ കുരിശിങ്കൽ. നമ്മുടെ കോളേജ് അദ്ദേഹത്തിന് കൂടിയാണ്. മൈക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ ആ 2 പെമ്പിള്ളാരിലും ഒരേപോലെ സന്തോഷം നിറച്ചിരുന്നു. എന്നാൽ സ്റ്റേജിലുള്ള ആൺപിള്ളാർ അവരെ കണ്ട് അസൂയപ്പെടുമ്പോഴും പെമ്പിള്ളാരുടെ ആരാധനപാത്രമായി മാറുകയായിരുന്നു അവർ. അത് മാറി നിന്ന് കണ്ട ആദിയിലും പൊന്നുവിലും അസൂയ നിറഞ്ഞു നിന്നു. അഗ്നിയുടെ ചെറിയൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. അവൻ പറയുന്നത് എല്ലാവരും കേട്ടെങ്കിലും ശ്രദ്ധ അവരിൽ മാത്രമായിരുന്നു. ആദിയുടെ ഉള്ളംകാലം മുതൽ
ദേഷ്യം കൊണ്ട് വിറച്ചു തുടങ്ങിയിരുന്നു. പൊന്നു അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായിരുന്നു. പിന്നീട് ഓരോ പ്രോഗ്രാംസും ഭംഗിയായി നടന്നു. അടുത്തതായി ആദിയുടെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വിശാലമായ സ്റ്റേജിന്റെ ഒരു ഭാഗത്തായി അഗ്നി ഡെവിയും ഇരിപ്പുറപ്പിച്ചു. അഗ്നിയുടെ കണ്ണുകൾ അവളിലേക്ക് തന്നെ പതിച്ചിരുന്നു. ഇപ്പോഴും വയർ നന്നായി കാണാമായിരുന്നു. അത് കാണും തോറും അവനിൽ മറ്റെന്തൊക്കെയോ വികാരം വന്നു പൊതിയുന്നത് പോലെ. മറ്റുള്ളവരുടെ നോട്ടം അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ എന്തിന്? അവൻ അതിന് ഉത്തരമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവൾ സ്റ്റേജിന് പുറത്തേക്ക് ഇറങ്ങി. അടുത്തതായി മിമിക്രി അരങ്ങേറി. പൊന്നു, ഞാൻ വാഷ്റൂമിൽ ഒന്ന് പോകുവാടി, നീ വരുന്നോ? എനിക്കെന്തോ വയറ് വേദനിക്കുന്നത് പോലെ. പീരിയഡ്സ് ടൈം ആയി, ചിലപ്പോൾ അതാകും. എനിക്കിപ്പോ പോകണ്ടാടി, നീ പോയിട്ട് വാ, ഞാൻ സ്റ്റേജിന്റെ അടുത്തായി കാണും. ഹോ, ഇച്ചാന്റെ അടുത്ത് പോകുവാണോ പൊന്നിക്കൊച്ച്? ഒന്ന് പോടി, അവൾ നാണത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് സ്റ്റേജിന്റെ അടുത്തേക്ക് നടന്നു. ഉവ്വേ, ആദ്യ പുറകിൽ നിന്ന് കളിയാക്കി. അഗ്നി സ്റ്റേജിലാണെങ്കിലും മനസ്സാ നിമിഷം അവളെ കുടുങ്ങി കിടന്നിരുന്നു. വാഷ്റൂമിൽ നിന്നിറങ്ങിയ പെണ്ണിന്റെ കയ്യിൽ പിടി വീണിരുന്നു. ശബ്ദമുണ്ടാക്കാൻ നോക്കിയ പെണ്ണിന്റെ കൈ അമർത്തിക്കൊണ്ട് അവളുമായി ഒഴിഞ്ഞ റൂമിലേക്ക് തള്ളിക്കൊണ്ട് ആ വാതിൽ അടച്ചിരുന്നു അവൻ. ജിത്തിനാകെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി പോയിരുന്നു. അവൻ ഇതിനോടകം അറിഞ്ഞിരുന്നു അഖിയുടെ കാര്യം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ. ആ നിമിഷം പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവളുടെ നമ്പർ ഡയൽ ചെയ്തിരുന്നു. അടുത്ത നിമിഷം ആ കോൾ അറ്റൻഡ് ആയിരുന്നു. ഹലോ, പറഞ്ഞോ? അവൻ പറഞ്ഞതും അവളൊന്ന് അമർത്തി മൂളി.